ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സാജിദ സാജിനെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കുകയാണ് ഗൈസ്. എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു യൂട്യൂബർ തന്നെയാണ് സാജിദ സാജി. അതുകൊണ്ട് തന്നെ സാജിദ സാജിൻ്റെ എല്ലാ പ്രശ്നങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാവാറുണ്ട്. കാരണം ആ ഒരു വ്യക്തി തന്നെ വന്നിട്ട് ലൈവിൽ തന്നെ അവരുടെ കാര്യങ്ങളും കുടുംബകാര്യങ്ങളും ചരിത്രങ്ങളും ഒക്കെ വിളിച്ച് പറയുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം സാജിദ സാജിൻ്റെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിൽ നിന്ന് പുതിയ വാടക വീട്ടിലേക്ക് താമസം മാറി. അപ്പോൾ താമസം മാറുന്നതിനോടനുബന്ധിച്ച് വീട്ടിൽ നിന്ന് ഉമ്മ കുറച്ച് ക്യാഷ് കൊടുക്കുക, 2.5 ലക്ഷത്തോളം രൂപ മറ്റോ കടം വാങ്ങിയത് കൊടുക്കാനുണ്ടെന്നും പറഞ്ഞ് വീട്ടിലുണ്ടായിരുന്ന ചന്ദനമരം മുറിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ സാജിദ സാജിൻ്റെ മക്കളും കൂടി ചന്ദനമരം മുറിച്ചു കഷ്ണങ്ങളാക്കി വെച്ചു. അപ്പോഴത്തേക്കും ഫോറസ്റ്റുകാരും പോലീസുകാരും വീട്ടിലെത്തി. കൂടും കുടുക്കൊക്കെ എടുത്ത് കൊണ്ടുപോകുന്നതിൻ്റെ കൂട്ടത്തിൽ ചന്ദനമരം കൂടി അങ്ങ് വിൽക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിന് കുറേ ദിവസം മുന്നേ സിനാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിൻ്റെ ഉപ്പ, അയൽവാസിയായ സിനാൻ എന്ന് പറയുന്ന വ്യക്തിൻ്റെ ഉപ്പ മരണപ്പെട്ടപ്പോൾ ഈ സാജിദ സാജി സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു വീഡിയോ ഇവരുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട് എല്ലാവരും അത്ഭുതത്തോടെയും ആശ്ചര്യത്തോടെയും സങ്കടത്തോടെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു വീഡിയോ. അപ്പോൾ ആ സിനാനാണ് ഇപ്പോൾ അവരുടെ ചാനലിലൂടെ ഈ ഒരു വാർത്ത അറിയിച്ചിട്ടുള്ളത്. നമുക്ക് ആ ഒരു വ്യക്തിയുടെ വീഡിയോ കണ്ടാലോ. ചന്ദനമരം മുറിച്ചു, വീട്ടിലുള്ള ചന്ദനമരം മുറിച്ച് അവൾക്ക് വീട്ടിൽ ഉമ്മ പൈസ കൊടുക്കാണ്ടോ ഒന്നും കിട്ടാനില്ലല്ലോ, ഏതായാലും പൂവല്ലേ, അപ്പോൾ പോണത് കൊണ്ട് വീട്ടിലത്തെ ചന്ദനമരം അങ്ങോട്ട് മുറിച്ച് അവൾ അതിനെ 2-3 പീസൊക്കെ ആക്കി കൊണ്ടുപോകാനുള്ള പ്ലാനിങ് നിൽക്കുകയായിരുന്നു. കൊണ്ടുപോകാനുള്ള പ്ലാനിങ്ങിൽ ഇറങ്ങാൻ ആ ടൈമൊക്കെ ആയിരുന്നു. ഏകദേശം ആ ടൈമായപ്പോൾ ഫോറസ്റ്റുകാരും അതിൻ്റെ വേണ്ടപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും വന്ന് കയ്യോടെ അങ്ങോട്ട് നന്നായിട്ടങ്ങോട്ട് പൊക്കി നല്ലൊരു കേസ് എഴുതി കൊടുത്തു. 5 മക്കളായതുകൊണ്ട് മാത്രം ഉള്ളിലിടാനുള്ള വകുപ്പുണ്ടായിരുന്നു സാർമാർ പറഞ്ഞു. അല്ലാണ്ട് നല്ലൊരു കേസ് എഴുതി കൊടുത്തിട്ടുണ്ട്. പോണ സമയത്തൊരു കേസ് അവൾ നൈസായിട്ട് വെട്ടി വെക്കാന്നുള്ള ഒരു ചെറിയ പ്ലാനിങ്ങിലായിരുന്നു. പക്ഷെ അത് നടന്നില്ല. നല്ല അണ്ണാക്കി എടുത്താണ് കിട്ടിയെന്നല്ലേ. നമ്മളെ സോഷ്യൽ മീഡിയയിലിട്ട് നാട്ടിച്ചതല്ല അവൾക്കുള്ള പണി പടച്ചവനായിട്ട് കൊടുത്തതാണ്. അവളങ്ങോട്ട് വെട്ടി മുറിച്ച് അങ്ങോട്ട് കഷ്ണമൊക്കെ ആക്കി തെളിവിൻ്റെ തൊണ്ടി മുതലിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഇനി സാജിദ അതിനെക്കുറിച്ച് ന്യായീകരിക്കുന്നത് കേട്ട് നോക്കിയാലോ. പറഞ്ഞു ഇങ്ങനെയൊക്കെ അറിയിച്ചാൽ ഞങ്ങളത് വന്ന് നോക്കും, എന്നിട്ട് ഞങ്ങളത് മുറിക്കും, എന്നിട്ട് അതിന്റെ വില നിങ്ങൾക്ക് എന്താ തരും, ഗവൺമെന്റിലേക്ക് എത്ര പോവാളിച്ച് ഗവൺമെന്റിലേക്ക് കൊടുക്കുന്നതാണ് സാറുമാർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു സാറുമാരെ എടുത്തിട്ട് പോയിക്കോളി, ഞാൻ ഒന്നും ഒളിപ്പിച്ച് വെച്ചിട്ടില്ല, ഞാൻ ഇതാ ഇത്രയും സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്, ഇത്രയും വലിയ മരമായിരുന്നു, ഇതിന് ഞാൻ 2-3 കഷ്ണാക്കിണ്ട്. അപ്പൊ തന്നെ സാറ് പറഞ്ഞു ഇത് ആ കുട്ടിക്ക് അറിയാണ്ട് വെട്ടിയതാണ്, കാരണം അതിന്റെ വെട്ട് കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ, കാരണം അതെനിക്ക് കുറച്ച് മരം വെക്കാനുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരു ചന്ദനം ഉണ്ടടാ പറഞ്ഞപ്പോ അവൻ പറഞ്ഞു അത് ഫോറസ്റ്റുകാരുടെ അടുത്ത് പറയാനായിട്ട് ഷാജി, അല്ലാണ്ട് അത് വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. കോമന്റ് ബോക്സിൽ ചന്ദനം വിറ്റു, മറ്റേ എന്റെ ഇവന്മാരുടെ വാപ്പാന്റെ ചന്ദനം വിറ്റ പോലെയാണ് ഇവന്മാരുടെ നായ്ക്കള്. എന്താടാ നിങ്ങൾക്കൊക്കെ ചന്ദനം ഉണ്ടോ? 2 ഗഡി ആടാ വരെ എടുക്കാനുണ്ടടാ. ശ്രീജേഷേ എടാ, ഈ ചന്ദനം പറയുന്ന സാധനേ ഞാൻ കാട്ടിൽ പോയി വെട്ടിയതോ വേറുള്ളവരുടെ വീട്ടിൽ പോയി വെട്ടിയതല്ല. എന്റെ വീട്ടില് എന്റെ ഉപ്പാന്റെയും ഉമ്മാന്റെയും മുതലാണ് ഈ പറയുന്ന ചന്ദനം. അത് എനിക്കും കൂടി അവകാശപ്പെട്ടതാണ്. എന്റെ അനിയത്തിമാർക്ക് വേണ്ടിയിട്ട് എന്റെ ഉമ്മ വെട്ടി തൊലച്ച് കുറെ ഇതിന് മുന്നേ എന്റെ ഉമ്മ എന്റെ അനിയത്തിമാർക്ക് വെട്ടിയിട്ട് അല്ലെങ്കിൽ വീട്ടു ചെലവിന് വേണ്ടി വെട്ടി വിറ്റ സാധനമാണിത്. ഞങ്ങളുടെ അവിടെ നിസ്സാര സുലഭമായിട്ട് ഉണ്ടാവണതാണ് ഈ ചന്ദനം. ഞങ്ങൾ വളർത്തുന്ന സാധനം അല്ലത്, അത് തന്നെ മുളിച്ചുണ്ടാവണം. ഞങ്ങളുടെ പറമ്പുകളിലൊക്കെ ചന്ദനം വരണ്ട്. ഇത്രയും തോന ചന്ദനം ഉണ്ടാക്കാൻ വെട്ടി വിറ്റു. ആരും മുതൽ നിന്റെ തന്തന്നെ മുതലാ വെട്ടി വിറ്റത് എന്റെ വീട്ടില്. പിന്നെ അത് ഫോറസ്റ്റുകാരുടെ അടുത്ത് പറഞ്ഞു വെട്ടണം എന്നുള്ള സംഭവം എനിക്ക് അറിയില്ലായിരുന്നു. അത് അറിഞ്ഞതാണ് ഞാൻ അവരോട് തന്നെ വിളിച്ച് പറഞ്ഞിട്ട് അവരെന്നെ വെട്ടി മുറിച്ച് അതിനുള്ള പൈസ എത്രയാണോ ഗവൺമെന്റിലേക്ക് പോകേണ്ടത് 10%, 15% അവരെടുക്കും, ബാക്കി എനിക്ക് തരുന്നതാണ് സാറ് പറഞ്ഞത്. അല്ല ഈ ചന്ദനം വിറ്റു നിങ്ങളുടെയൊക്കെ വാപ്പാനും മുതലാണോ വിറ്റത്? എന്റെ വാപ്പാനും എന്റെ ഉമ്മ എത്രയോ വിറ്റ് തൊലച്ച സാധനമാണ്. ഞങ്ങളുടെ വേലികളിലൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്ന സാധനമാണ് ഈ ചന്ദനം പറയുന്നത്. ഞങ്ങളുടെ എല്ലാവരുടെ പറമ്പിലും ഉണ്ട്, ഞങ്ങളുടെ മാമന്മാരുടെ പറമ്പിൽ, ഞങ്ങളുടെ തറവാട്ടിൽ ഒക്കെ ഈ ചന്ദനം പറഞ്ഞ സാധനമുണ്ട്. എന്ത് ചന്ദനം വിറ്റു, എന്ത് ചന്ദനം വിൽക്കാൻ പാടില്ലേ? ഈ പറയുന്ന ഫോറസ്റ്റുകാർ സാറുമാര് നിങ്ങളെക്കാട്ടി വലിയ എത്രയോ സാറുമാരാണ് അവിടെ വന്നത്. ആ സാറുമാർ എന്നോട് പറഞ്ഞ ഒരേ ഒരു കാര്യമാണ്, മോളെ നിനക്ക് ശത്രുക്കളാണ്, നിനക്ക് ഇവിടെ ശത്രുക്കളാണ്, ഞങ്ങൾ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കോ, ഇവിടെ അത്രയും
അപ്പം നമുക്കിതിൽ നിന്ന് എന്ത് മനസ്സിലായി? സാജി എങ്ങനെ വീണാലും 4 കാലയിൽ മാത്രമേ വീഴുള്ളൂ മനസ്സിലായില്ലേ? അപ്പോൾ എന്ത് പ്രശ്നം വന്നാലും അതിനെ ന്യായീകരിക്കാനുള്ള വാക്കുകളും കഴിവും സാജിദാക്ക് ഉണ്ട് എന്നുള്ള ഇതിൽ തെളിയിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.